ഓം ശാന്തി. ആരാ? മനസ്സിലായില്ല. നമ്മെ മനസ്സിലായില്ല അല്ലേ? നാം തിരുപ്പതി സ്വാമികൾ. തിരുപ്പതി സ്വാമിയോ? ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു പടുവൃദ്ധനും ഒരു സാത്വികനും സിദ്ധനുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല സ്വാമികളെ. അകത്തേക്ക് വന്നാലും സ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളിയതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് സ്വാമിയെ ഒട്ടും മനസ്സിലായില്ലായിരുന്നു, ക്ഷമിക്കണേ. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഭക്തേ. ഈ വീടിൻ്റെ ഐശ്വര്യവും വിളക്കുമാണ് ഭക്ത. പക്ഷേ ഈ ഒരു വലിയ ദുഃഖം ഭക്തയിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാമി അതെങ്ങനെ മനസ്സിലാക്കി സ്വാമി? ഞങ്ങൾക്ക് ഒരേ ഒരു മകളാണുള്ളത്. ആ കുഞ്ഞിനെ കല്യാണം കഴിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു സ്വാമി. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും അവൾക്കുണ്ട്. പക്ഷെ ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊരു കുഞ്ഞില്ല സ്വാമി അവളുടെ. അത് ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭർത്താവ് മകളുടെ വീട്ടിൽ പോയിരിക്കുകയാണല്ലേ? കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ. മകളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഇരട്ട കുട്ടികളുടെ ഭാഗ്യമാണ് ആ കുഞ്ഞിൽ കാണുന്നത്. അതിനുള്ള ഒരു മരുന്ന് നാം തരാം. അത് കഴിച്ചാൽ മാത്രം മതി. ഇതാണ് ആ മരുന്ന്. ഇത് ആ കുഞ്ഞിന് പാലിൽ കലക്കി രാത്രിയിൽ സേവിക്കാൻ പറയണം. കുഞ്ഞിന് തീർച്ചയായിട്ടും ഇരട്ട കുട്ടികൾ ഉണ്ടാവും. സ്വാമിയെ ദൈവമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചതാണ് സ്വാമി. സ്വാമി എന്നെ അനുഗ്രഹിച്ചല്ലോ, എൻ്റെ കുടുംബത്തെയും. ഞാൻ എന്നും സ്വാമിയെ ഓർക്കും സ്വാമി. മോളെ, ഒരു കാര്യം കൂടെ മോള് ചെയ്യണം. ഈ ഡപ്പയ്ക്കകത്ത് മോളെ കഴുത്തേ കിടക്കുന്ന താലിമാല ഊരി ഇതിനകത്ത് വെച്ച് മുറുക്കി അടച്ച് പൂജാമുറിയിൽ കൊണ്ടുപോയി നല്ലതുപോലെ പൂജിക്കുക. 7 ദിവസത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം മോള് ഈ താലിമാല എടുത്ത് കഴുത്തേലിടുക. ഈ കുടുംബത്തിന് വേണ്ട എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം സ്വാമി. എൻ്റെ കുഞ്ഞിനൊരു കുഞ്ഞുണ്ടായാൽ മാത്രം മതി സ്വാമി. അല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട സ്വാമി. ഭഗവാനെ അനുഗ്രഹിക്കും സ്വാമി. അവിടുന്ന് ഒരു ദക്ഷിണ പോലും വാങ്ങിക്കാതെ പോകരുത്. എൻ്റെ ഒരു ആഗ്രഹമാണത്. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചാലും സ്വാമി. അരുത് മകളെ, നാം പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. നാം പോകുന്നു. ഭഗവാനെ സ്വാമി കാത്തുരക്ഷിക്കണേ.